UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയായി ആര് വന്നാലും കോൺഗ്രസിലെ പ്രധാന നേതാക്കളെല്ലാം മന്ത്രിസഭയിലുണ്ടാകും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, KPCC മുൻ അധ്യക്ഷൻ K മുരളീധരൻ എന്നിവർക്ക് മന്ത്രിസഭയിൽ ബർത്തുറപ്പാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി KC വേണുഗോപാലോ, VD സതീശനോ, രമേശ് ചെന്നിത്തലയോ ആര് തന്നെ വന്നാലും വലിയ നേതൃനിര ഉൾപ്പെടുന്നതാകും മന്ത്രിസഭയെന്ന് ഉറപ്പാണ്. 21-അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രിസ്ഥാനമാകും കോൺഗ്രസിന് ലഭിക്കുക. പാർട്ടി പദവികളിലെ സീനിയോറിറ്റി, സാമുദായിക സന്തുലനം, പ്രാദേശിക ഘടകങ്ങൾ എന്നിവ വിലയിരുത്തിയാകും കോൺഗ്രസ് മന്ത്രിമാരെ നിശ്ചയിക്കുക. പാർട്ടി സീനിയോറിറ്റി കണക്കിലെടുത്താൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ ആദ്യമെത്തുക KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആകും. പേരാവൂരിൽ നിന്ന് വിജയിച്ചു വന്നാൽ സണ്ണി ജോസഫ് പ്രധാന വകുപ്പുമായി മന്ത്രിസഭയിൽ അംഗമാകും. വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും പ്രധാന വകുപ്പുകളിൽ മന്ത്രിമാരാകും. KPCC മുൻ അധ്യക്ഷൻ K മുരളീധരനും മന്ത്രിസഭാംഗമാകും. മുതിർന്ന നേതാവ് എന്നതിനൊപ്പം തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള പ്രതിനിധി എന്നതും മുരളിയുടെ മന്ത്രിസ്ഥാന ലബ്ധിക്ക് സഹായകരമാകും. മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. മന്ത്രിസഭയിൽ നായർ പ്രാതിനിധ്യം കൂടാൻ ഇടയുള്ളതിനാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കൊല്ലത്ത് നിന്ന് ജയിച്ചു വന്നാൽ ബിന്ദു കൃഷ്ണയും, കായംകുളത്ത് ജയിച്ചാൽ M ലിജുവും മന്ത്രിസഭയിലെത്തും. പാർട്ടി നേതാക്കൾ എന്നതിലുപരി ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഇരുവരെയും മന്ത്രിസഭയിൽ എടുത്തേ പറ്റൂ. ഇവരിൽ ഒരാൾ ജയിച്ചില്ലെങ്കിൽ ചിറ്റൂരിൽ നിന്ന് ജയിച്ചു വരുന്ന സുമേഷ് അച്യുതന് നറുക്കുവീഴും. കൽപ്പറ്റയിലെ സിറ്റിംഗ് MLA T സിദ്ദിഖും മന്ത്രിയായേക്കും. കോൺഗ്രസിൽ നിന്നുള്ള മുസ്ലിം നേതാക്കളിൽ സീനിയറാണ് സിദ്ദിഖ്. ലത്തീൻ സഭാ പ്രാതിനിധ്യം കണക്കിലെടുത്ത് M വിൻസെന്റോ, TJ വിനോദോ മന്ത്രിസഭയിലെത്തും. മുതിർന്ന നേതാവായ TN പ്രതാപനും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ലീഗിന് 5 മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് ഉറപ്പാണ്. PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ PK ബഷീർ, N ഷംസുദ്ദീൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, KM ഷാജി, പാറക്കൽ അബ്ദുള്ള, കല്ലട്ടർ മാഹിൻ ഹാജി എന്നിവരെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് മോൻസ് ജോസഫ്, RSPയിൽ നിന്ന് ഷിബു ബേബി ജോൺ, CMPയിൽ നിന്നും CP ജോൺ എന്നിവർ കൂടി അംഗമാകുന്നതാകും UDF മന്ത്രിസഭ. RMP നേതാവ് KK രമയെ മന്ത്രിയാക്കണമെന്ന ആവശ്യവുമുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.